ശ്രീ ഷിബു മീരാൻ, ഒരു ബാറ്റിൽ കഴിഞ്ഞു, അത് നിങ്ങൾ വിജയിച്ചു. പക്ഷെ വാർ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് 2026-ലാണ്. എല്ലാ മിഷനറിയും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അത്യധ്വാനം ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി, ശരിയാണ്. പക്ഷേ 140 മണ്ഡലങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഇതുപോലെ കേന്ദ്രീകരിച്ചതുപോലെ പ്രവർത്തിക്കാനോ ഇതുപോലെ മെഷീനറി ചലിപ്പിക്കാനോ കഴിയില്ലല്ലോ. ഒരു പൊതു നറേറ്റീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ ഇവിടെ പയറ്റിയ കാര്യങ്ങളൊക്കെ മതിയാവുമോ എന്ന പ്രശ്നം. പിന്നെ ഉയർന്നിട്ടുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അതൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിലമ്പൂരിലുണ്ടായ റിസൾട്ട് ആയിരിക്കുമോ മറ്റേയിടത്ത് വേറൊരു സ്ഥലത്ത് എന്നുള്ള പ്രശ്നം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അഭിലാഷ് ഇവിടെ ഉന്നയിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഏത് ലെഗസിയാണ് എന്ന് ആവർത്തിച്ച് ഇവിടെ 48-ലാണെന്നൊക്കെ ചോദിക്കുന്ന കേട്ടു. നമ്മൾ അവിടേക്ക് ഒന്നും പോകണ്ടെന്നേ, നമ്മൾ ഈ മഞ്ചേശ്വരം വരെ പോയാൽ മതി. ഈ BJPയും ഞങ്ങളും നേർക്ക് നേരെ മത്സരിക്കുമല്ലോ. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യരല്ല, ഞങ്ങളുടെ ഹൈന്ദവ സഹോദരന്മാർ ധാരാളം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളും നിങ്ങളും ഇങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡും ഞങ്ങളുടെ ആ കൂടപ്പുറപ്പുകൾ ഞങ്ങളുടെ കോണിച്ചിഹ്നത്തിൽ വോട്ട് തന്ന് ഞങ്ങളെ കേരള നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ലെഗസി ഉണ്ടല്ലോ. ഈ ഹെലികോപ്റ്ററിൽ ഈ ഠാവട്ടത്തിലുള്ള കേരളത്തിൽ തെക്ക് വടക്ക് പറന്ന് നടക്കുന്ന നിങ്ങളുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് രണ്ടിടത്തും തോറ്റപ്പോൾ ഒരിടത്ത് ഞങ്ങളുടെ ആ സഹോദരന്മാരുടെ വോട്ട് കൂടി വാങ്ങി ഞങ്ങൾ തോൽപ്പിക്കുന്ന ലെഗസി ഇല്ലേ, ആ ലെഗസിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അത് ബാബറി മസ്ജിദ് തകർന്ന കാലത്തൊക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കാൾ ഇപ്പോഴും ആ സഹോദരങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് പോകുന്നത്. ആ ലെഗസിക്ക് ഒരു കോറലും സംഭവിച്ചിട്ടില്ല. അതിൽ നല്ല അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് CPMന്റെ പ്രതിനിധി പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക്, ബാക്കിയൊക്കെ ജ്യോതിച്ചേട്ടൻ വിശദമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഡോക്ടർ പ്രിയപ്പെട്ട അഭിലാഷ് ഈ സാംസ്കാരിക നായകന്മാരുടെ നിലപാട് നമുക്ക് വിമർശിക്കേണ്ടി വരിക? കേരളത്തിന്റെ ഒരു പൊതു പാരമ്പര്യത്തിൽ ഞങ്ങൾ ഭരിച്ചാലും ഇവർ ഭരിച്ചാലും അവരെല്ലാ കാലത്തും പ്രതിപക്ഷമായിരിക്കുക. അവരുടെ കവിതകൾ, അവരുടെ മറ്റ് എഴുത്തുകൾ എല്ലാം ഭരണകൂടത്തെ വിമർശിക്കുന്നതായിരിക്കുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അതിവിടെ അട്ടിമറിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പുതിയ വാക്കുകൾ വന്നല്ലോ. പിന്നെന്താണ്, പിണറായിസം എന്നുള്ള വാക്ക് വന്നു, മരുമോനിസം എന്നുള്ള വാക്ക് വന്നു. അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ അൻവർ സതീശനിസം എന്നൊരു വാക്ക് കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഗുൽമോഹറിസം എന്നാണ്. അവർ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നൊരു മുദ്രാവാക്യം വിയോജിപ്പോടെ ഇടതുപക്ഷം എന്നായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലാവുമ്പോഴോ അതൊരു വലിയ സങ്കടമാണ്, വലിയ നിലവിളിയാണ്. നിലമ്പൂരിൽ ഞങ്ങൾക്കൊരു വോട്ടില്ലാതെ പോയല്ലോ എന്നാണ്. അവിടെ വന്നിട്ട് ഇവർ പറഞ്ഞല്ലോ, ഇപ്പൊ വേടൻ, റാപ്പർ വേടൻ അല്ലെ, റാപ്പർ വേടന്റെ അമ്മയുടെ ഒരു ചിത്രം കൊടുക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് കൂലിപ്പണിക്കാരിയായിരുന്ന വീട്ടുജോലി ചെയ്ത തന്റെ അമ്മയുടെ ചിത്രം, ആ അമ്മയുടെ പഴയൊരു സുഹൃത്ത് ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന മഹ്റൂജ എന്ന പെണ്ണ് തരുമ്പോൾ അത് നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന വേടനെ നമ്മൾ കണ്ടില്ല അഭിലാഷേ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപല്ലേ അതുപോലെ മക്കളെ പോറ്റാൻ വീട്ടുപണി എടുക്കേണ്ടി വന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീക്ക് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ജാതി അധിക്ഷേപം കേട്ട് കുടിക്കാൻ പച്ചവെള്ളം ചോദിച്ചപ്പോ കക്കൂസിൽ പോയി കുടിച്ചോ എന്ന അധിക്ഷേപ വാക്ക് കേൾക്കേണ്ടി വന്നത് ആ വേടന്റെ പാട്ട് കേട്ടവര്, ആ പാട്ടിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവര്, വേടന്റെ അമ്മയെ സ്നേഹിച്ചവര്, അതേപോലെയുള്ള ബിന്ദു എന്ന സ്ത്രീക്ക് വേണ്ടി കൂടി കണക്ക് തീർത്തപ്പോഴാണ് ചരിത്രത്തിലില്ലാത്ത പരാജയം നിലമ്പൂരിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നെന്താ പറഞ്ഞത്, വർഗീയവാദികളുടെ വോട്ട് തേടിപ്പോയത്ര എന്നാണ്. അഭിലാഷ്, താങ്കൾ തന്നെയല്ലേ ആ ഇന്റർവ്യൂ നടത്തിയത്? ആവർത്തിച്ച് താങ്കൾ ഓർമ്മപ്പെടുത്തിയില്ലേ സഖാബെ ഇത് വിവാദമാകില്ലേ എന്ന്? അർദ്ധ ഫാസിസ്റ്റ് തേർവാഴ്ചയുടെ കാലം, അടിയന്തരാവസ്ഥ, ആ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ കാലത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ RSSന്റെ വോട്ട് തണ്ടിപ്പോയതിന്റെ കഥ ഗൃഹാതുരത്വത്തോടെ ഓർത്തെടുക്കുക. എന്നിട്ടോ മോദി സമ്പൂർണ്ണ വാഴ്ചയുടെ വർത്തമാന കാലത്ത് നിലമ്പൂർ മുഴുവൻ തോക്കിൽ തെരയും നിറച്ച കാട്ടില് ജമാഅത്തെ ഇസ്ലാമിയെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുക. ഇവരുടെ തെറ്റായ തലകുത്തി നിൽക്കുന്ന ചരിത്രബോധമില്ലാത്ത ഈ പ്രിയോറിറ്റിക്ക് കൂടി നിലമ്പൂരിലെ ജനങ്ങൾ കടയറ്റു കൊടുത്തിട്ട് ആരാ വർഗീയവാദികളുടെ കൂട്ടുപിടിച്ചത്? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന പഴയ ആളുകൾ അവരെ നഷ്ടപ്പെട്ടു പോയാൽ മുന്നിലൊരു പരാജയം നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കും. നമ്മൾ ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുക്കും, ഐ മിസ് യു എന്ന്. അതുപോലത്തെ ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ അഭിലാഷ് താങ്കളുടെ മുൻപിലിരുന്ന് ഗോവിന്ദൻ മാഷ് RSSന് കൊടുത്ത് നമ്മൾ പഴയ ചങ്ങാതിമാരല്ലേ, പഴയ കൂട്ടുകാരല്ലേ, പണ്ട് ഒരുമിച്ച് നിന്നവരല്ലേ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ ഓടി വരൂ എന്ന് പഴയ പ്രണയത്തെ ഓർത്തെടുത്ത് ഗോവിന്ദൻ മാഷ് ഉളുപ്പില്ലാതെ പറഞ്ഞിട്ട് ഗാന്ധിയെ കൊന്നവരുടെ പിന്മുറക്കാരെ വലതുഭാഗത്ത് നിർത്തി ഫോട്ടോ എടുത്ത് നിലമ്പൂർ മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് ഇവർ
ഇവരാരാണ് എന്ന് പൊട്ടം കളിച്ചിട്ട് വർഗീയതയുടെ കൂട്ടുപിടിച്ചാണ് UDF ജയിച്ചത് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്ന് പറയാൻ ഞാൻ ഇത് കൃത്യമായി ഇവിടെ ആര് ന്യായീകരിച്ചാലും അഭിലാഷ് ഇത് ഭരണത്തിനെതിരായ വികാരമാണ്. അവിടെ 7-8 റാലികളിൽ പങ്കെടുത്തില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമീപകാലത്ത് ഹിറ്റായ മോഹൻലാലിന്റെ സിനിമയുടെ പേര് തുടരും. എന്ത് തുടരും? ഈ നിലമ്പൂർ ജയിക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിടിക്കും, കേരളം ഞങ്ങൾ തുടർന്നും ഭരിക്കുമെന്ന് പറഞ്ഞു. ദേശീയപാതയല്ലാത്ത ഇവരുടെ ഗവൺമെന്റിൻ്റെതായി ഇവരെണ്ണുന്ന നേട്ടങ്ങൾ മുഴുവൻ ഇവര് എണ്ണയിട്ട് പിന്നെ അക്കമിട്ട് അവിടെ നിർത്തി. എന്നിട്ടോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് തോറ്റല്ലോ. എന്താ തോക്കാൻ കാരണം? ഇവിടെ പിണറായി 3 വേണ്ട എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചപ്പോ ആ പിന്നെ ഭരണത്തിനെതിരായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അത് CPM മനസ്സിലാക്കണമെന്നോ പരിശോധിക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല. കാരണം ഈ വർഗീയതയൊന്നും അല്ല, യഥാർത്ഥത്തിൽ ഭരണത്തിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത് എന്ന് കണ്ട് CPM ശരിയായ ഒരു പരിശോധനയിലേക്കും തിരുത്തലിലേക്കും പോയാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ കുടുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് അവർ ഈ പറയുന്നതൊക്കെ തന്നെ പറഞ്ഞോട്ടെ എന്നാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അഭിലാഷ്. ശരി.